ഹലോ ഗൈസ്, ഈ കാണുന്ന കേട്ടാ രാത്രി വിരിയുന്ന അമ്പൽപ്പൂ. അപ്പോൾ ഇത് പകലല്ലേ ചോദിച്ചിട്ട് എന്നാരും തെറി പറയണ്ട. ഒരു 10 മണി വരെയൊക്കെ ഇത് വിരിഞ്ഞിട്ടുണ്ട്. രാത്രി 12 മണി തൊട്ടിട്ട് രാവിലെ ഒരു 10 മണി വരെയൊക്കെയാണ് ഇത് വിരിഞ്ഞിക്കുക. അത് കഴിഞ്ഞ് അത് വീണ്ടും ഇതുപോലെ ചുരുങ്ങി പോകും. ബാക്കിയുള്ള അമ്പലുകൾ ഈ ഒരു സമയത്താണ് വിരിഞ്ഞു തുടങ്ങുക. അവിടെ നിന്ന് കുറച്ച് തീറ്റയായിട്ട് ഞാൻ നേരെ പോയത് നമ്മുടെ ക്രേഫിഷിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാനാണ് കേട്ടോ. ക്രേഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചട്ടിയുടെ അടിയിലേക്ക് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കുറേ ചോപ്പ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടണം. അത് മൊത്തം നമ്മുടെ ക്രേഫിഷിൻ്റെ കുട്ടികളാട്ടാ. അവിടെ നിന്ന് നേരെ ഒരു പേരക്കായ കണ്ടപ്പോൾ നേരെ വലിഞ്ഞ് നമ്മുടെ പേരമരത്തുമൊക്കെ കയറി. ഇപ്രാവശ്യം ഏകദേശം ഭ്രാന്ത് പിടിച്ച പോലെ കേട്ടോ ഈ പേരക്കായുടെ ആയിട്ടുള്ളത്. അത്ര അധികം പേരക്കായ ഉണ്ട്. നല്ലത് നോക്കി ഞാനും ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചു. ഇപ്പൊ കണ്ടിന്യൂസ് മഴയായ കാരണം പഴുത്തത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. പക്ഷെ മൂത്തത് അത് അടിപൊളിയാ. പേരക്ക പൊട്ടിക്കണതിന്റെ കൂടെ എന്റെ തലയിൽ ഒരു പുളിറുമ്പും കൂടെ പോയിട്ടുണ്ട് കേട്ടോ. എന്റെ മുടിയിലുള്ള കുടുങ്ങിയ ആൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല കേട്ടാ. പൊടർക്കാടുന്നു. ഇന്ന് ഞാൻ വേറൊരാളെ പരിചയപ്പെടുത്തി തരാട്ടാ. പറയടാ, നീ എന്താ സ്കൂളിൽ പോന്നെ? സ്കൂളിൽ പോയതാ, ബാഗ് എടുക്കാൻ പറഞ്ഞതാ. ശരിക്കും എന്തായാലേ ബാഗ് എടുക്കാത്തതുകൊണ്ട് സ്കൂളിൽ പോകാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്നും മനസ്സിലാക്കിക്കോളോട്ടാ. അവൻ്റെ അടുത്ത് ഞാൻ നേരെ പോയത് നമ്മുടെ ആമ്പൽച്ചെടിയുടെ അടുത്തേക്ക് കേട്ടാ. ഈ ഒരു വള്ളിത്തുമ്പി അടിയിൽ കാണുന്ന പ്യൂപ്പേരുള്ളിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടേ ഉള്ളൂ. ഈ ഒരു വള്ളിത്തുമ്പിനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുറച്ച് വള്ളി ഫ്രണ്ട്സിനായിട്ട് ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ പറക്കാൻ അറിയാണ്ടിരുന്ന ഈ ഒരു വള്ളിത്തുമ്പിനെ ഞാൻ സഹായിച്ച് പറപ്പിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലാണ്. എല്ലാവർക്കും ബൈ.